നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ സംശയം ശരിയാണെങ്കിൽ ഇതുകൂടി കഴിഞ്ഞ പിന്നെ ആ ഒരാളെ ഞാൻ ഈ വീട്ടിൽ വെച്ച് ഉറപ്പിക്കില്ല. ഉറപ്പാ. ശരി. ആ വാ. ഐശ്വര്യ ഒന്ന് നിന്നേ. എന്റെ അനുജത്തിക്ക് സുഖാണോ? ക്ഷേമം അന്വേഷിക്കാനാണോ എന്നെ വിളിച്ചേ? അതെ ആദ്യേട്ടാ, എനിക്ക് സുഖമാണ്. നല്ല കാര്യം. പക്ഷെ ഇവിടെ മറ്റുള്ളവർ സ്നേഹത്തോടെ സന്തോഷമായിട്ട് കഴിയുന്നത് എന്റെ അനിയത്തിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അല്ലേ? അതെന്താ ഇങ്ങനെയൊക്കെ എന്നെ വിഷമിപ്പിക്കുന്ന വർത്താനൊക്കെ പറയുന്നേ? ഞാൻ ഗർഭിണിയല്ലേ? ആ ഒറ്റ പരിഗണന കൊണ്ടാ ഐശ്വര്യ ഞാനിപ്പോ വെറുതെ വിടുന്നത്. ആരും ഒന്നും അറിയില്ലെന്ന് വിചാരിക്കരുത്. ജോലി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്, ലക്ഷ്യം എന്തായിരുന്നു, എല്ലാം എനിക്ക് മാത്രമല്ല അഖിക്കും ശ്യാമയ്ക്കും ഇപ്പൊ നന്നായിട്ട് അറിയാം. എന്നിട്ട് ശ്യാമയോ അഖിയോ ഇവിടെ ആരോടെങ്കിലും അത് പറഞ്ഞോ? എന്തിനാ അറിഞ്ഞ ഭാവം കാണിച്ചോ? എന്താ? അതാണ് സംസ്കാരം, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ശ്യാമയും ഐശ്വര്യ പോലെ മറ്റൊരു വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയ പെണ്ണ. ഐശ്വര്യ വിഷം കൊടുത്ത് ശ്യാമയും അവളുടെ ഉള്ളിലുള്ള കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ശ്യാമ ആ സത്യയോട് വിളിച്ചു പറഞ്ഞില്ല. എന്തുകൊണ്ടാ? ഈ വീട്ടിൽ ഐശ്വര്യ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം ശ്യാമയ്ക്കുണ്ട്. ആ സ്നേഹവും ആത്മാർത്ഥതയുണ്ട്. ഞാൻ ഐശ്വര്യോട് ശ്യാമയെ കണ്ടുപഠിക്കാൻ പറയില്ല. പക്ഷെ ഈ ജന്മത്തെ ഐശ്വര്യെ കൊണ്ട് അത് സാധിക്കില്ല. പക്ഷെ ഇനി ആ പാവം ശ്യാമയും ഇവിടെ ആരെയും ദ്രോഹിക്കാതെങ്കിലും ഇരുന്നൂടെ? അതിനുള്ള സന്മനസ് ഐശ്വര്യക്ക് ഉണ്ടാവണം. വയറ്റിൽ അരുണിന്റെ കുഞ്ഞുള്ളതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ആരും ഇവിടെ ഒന്നും പറയാൻ പോകുന്നില്ല. ഇനി ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെ കൂടി ഇത്തരം കള്ളത്തരങ്ങൾ പഠിപ്പിക്കരുത്. മനസ്സിലായോ? ആദ്യേട്ടാ, അപ്പൊ ഇതെല്ലാം ഇനി മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്തതേ അച്ഛനോ അമ്മയോ അരുണോ ഈ സത്യം അറിഞ്ഞ പിന്നെ ഐശ്വര്യയുടെ സ്ഥാനം ഈ വീടിന് പുറത്താ. അതോർത്തു. അങ്ങനെ വരരുതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു. മനസ്സിലായോ? എന്താ അമ്മേ, എന്താ വിളിച്ചേ? കാര്യം പറയ്. മോനെ, ഒടുവില് ഞാൻ ഭയന്ന് എന്നെ സംഭവിക്കാൻ പോവുക. കരയാതെ കാര്യം പറയേ. നാളെ ഞങ്ങളുടെ വീടും പുരയിടോ ജപ്തി ഉണ്ടാവും. ബാങ്കുകാരെ വിളിച്ചിരുന്നു. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യ?
ഒന്നും മിണ്ടാത്തെ? ഞാൻ ഇനി എന്താ ചെയ്യ പറയേ? ഞാനെന്ത് പറയാനാ? മോനെ, കയറി കിടക്കാൻ ഒരു വീട് കൂടി ഇല്ലാതായ എന്റെ അശ്വതിയുടെ ശ്രീകുട്ടിയുടെ സ്ഥിതി എന്താവും? ഈശ്വര, ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ലോണിന്റെ കാര്യത്തിൽ സഹായിക്കാമെന്ന് മുൻപേ മോനെ എനിക്ക് വാക്ക് തന്നിരുന്നു. ശരിയാണ്, പക്ഷെ തിരിച്ച് നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിരുന്നു. അത് മോനെ, അശ്വതി ഒരേ വാശിയ. എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നല്ലേ? അത് പിന്നെ മോനെ, എനിക്ക് നിർബന്ധിക്കാനല്ലേ പറ്റൂ, കൊല്ലാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ ജപ്തി നടക്കട്ടെ, എന്താ? അയ്യോ, ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടോ. കൈയൊഴിയരുത് മോനെ. ഇല്ല, കൈയൊഴിയില്ല. ജയേഷ് അമ്മയ്ക്ക് തന്ന വാക്കിന് ഇതുവരെ മാറ്റമില്ല. 15 ലക്ഷം രൂപ ബാധ്യത ഞാൻ തീർത്തിരിക്കും. ഈശ്വര, മതി, അത് മതി. മോന് കോടി പുണ്യം കിട്ടും. പുണ്യൊന്നും എനിക്ക് വേണ്ട. ഞാൻ ആവശ്യപ്പെട്ട കാര്യം അത് നടന്നിരിക്കണം. എന്തു പറയുന്നു? ഞാൻ ഇന്നുകൂടി അശ്വതി നിർബന്ധിക്കാം. നിർബന്ധിച്ച പോരാ, സമ്മതിപ്പിക്കണം. എന്റെ ഭാര്യയായിരിക്കാൻ അവൾ സമ്മതിക്കണം. അത് പിന്നെ മോനെ, പറ്റില്ലെങ്കിൽ ജപ്തി നടക്കട്ടെ. മോനെ, അത് ഞാൻ നിനക്ക് വാക്ക് തരാം. അശ്വതി നിന്റെ ഭാര്യയാവും. അത് വേണ്ട, വെറും വാക്കൊന്നും എനിക്ക് വേണ്ട. നാളെ ജപ്തി നടക്കുന്നതിന് മുമ്പ് അശ്വതി എന്റെ ഭാര്യയാവണം. പറ്റോ? അത് പിന്നെ മോനെ, പറ്റണം, അത് നടക്കണം. അശ്വതിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്ന നിമിഷം ബാങ്കിന്റെ ബാധ്യത 15 ലക്ഷം രൂപ ഞാൻ തീർത്തിരിക്കും. ഉറപ്പാണോ? ജയേഷിന് ഒരു വാക്കേ ഉള്ളൂ, ഉറപ്പ്. എന്നാ നാളെ 10 മണിക്ക് എന്റെ വീട്ടിൽ വെച്ച് ചെറിയൊരു ചടങ്ങിൽ നിന്റെ അശ്വതിയുടെ വിവാഹം നടന്നിരിക്കും. ഇത് വെറും വാക്കല്ലല്ലോ, ഉറപ്പുണ്ടോ? ഉറപ്പ്. വനജ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നാളെ ജയേഷ് അശ്വതിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഇനി എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല. ആരുടെ സമ്മതവും എനിക്ക് വേണ്ട. അശ്വതി എന്റെ മകളാണെങ്കിൽ അതിനവള് സമ്മതിച്ചിരിക്കും. ബന്ധുക്കളും അയൽക്കാരും ആരും വേണ്ട. ജയേഷ് അമ്മയും കുട്ടി ഇങ്ങ് വന്നാ മതി. ബാക്കി ഒരുക്കങ്ങളൊക്കെ ഈ വീട്ടിൽ ഞാൻ ചെയ്തിരിക്കും. എല്ലാം നഷ്ടപ്പെട്ട് ശ്രീകുട്ടിയും കൂട്ടി തെരുവിലിറങ്ങാൻ എനിക്ക് വയ്യ. എന്റെ കുഞ്ഞിന്റെ ഭാവിയാ എനിക്ക് വലുത്. ഞാൻ പറയുന്ന വാക്ക് പാലിച്ചിരിക്കും. ഉറപ്പാ മോനെ. അപ്പൊ നാളെ 10 മണിക്ക് കെട്ടാനുള്ള താലിയുമായി ഞാനും അമ്മയും അവിടെ എത്തിയിരിക്കും. ഓക്കെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.